എന്താ വളരെ ആൽഫ പാർട്ടിക്കിൾ എന്തുവാണ് ആൽഫ പാർട്ടിക്കിൾ? റേഡിയേഷൻ കാരണം ഉണ്ടാകുന്നതാണ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ റേഡിയേഷൻ കാരണം ഉണ്ടാകും. പക്ഷേ എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ഹീലിയം ന്യൂക്ലിയസിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഹീലിയം ന്യൂക്ലിയസ്, ഹീലിയം ന്യൂക്ലിയസ്, ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴേ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര, മാസ് നമ്പർ എത്ര? ഹീലിയം HE, ഹീലിയത്തിന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? He2 4 അങ്ങനെയാണ് പറയുന്നത് അല്ലേ. ഹീലിയം He2 4 എന്നാണ് പറയുന്നത്. ഇതിലേതാണ് മാസ് നമ്പർ, ഏതാണ് അറ്റോമിക് നമ്പർ? മാസ് നമ്പർ മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മാസ് നമ്പറാണ് അല്ലേ. മാസ് നമ്പർ 2 എന്നുള്ളത് അറ്റോമിക് നമ്പർ, 4 എന്നുള്ളത് മാസ് നമ്പറാണ്, 2 എന്നുള്ളത് അറ്റോമിക് നമ്പർ. എന്താണ് ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറ്റോമിക് നമ്പർ കാണിക്കുന്നത് എന്തിനാണ്? വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് അറ്റോമിക് നമ്പർ എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ ന്യൂക്ലിയസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഇലക്ട്രോൺസിനെ എടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഹീലിയം എന്ന് പറയുമ്പോഴേക്കും ഹീലിയം He2 4 എന്ന് പറയുമല്ലോ. അപ്പോൾ ഒരു ഹീലിയം എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഒരു ഹീലിയം ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഹീലിയം ആറ്റം ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് 2 പ്രോട്ടോൺസ് ഉണ്ട്. അതേപോലെ തന്നെ ന്യൂട്രലായിരിക്കുമ്പോഴേക്കും അവൻ്റെ പുറത്ത് 2 ഇലക്ട്രോൺസും ഉണ്ടാവും. അപ്പോൾ ന്യൂട്രലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആറ്റംസ് എന്താണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ന്യൂട്രലാണ്. അതിൻ്റെ അർത്ഥം 2 പ്രോട്ടോൺസ് ഉണ്ട്, അവൻ്റെ പുറത്ത് 2 ഇലക്ട്രോൺസും ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഇലക്ട്രോൺസിനെ എടുത്ത് പുറത്ത് കളയാൻ പറ്റും, ഇവന്മാരെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അല്ലേ. അങ്ങനെ എടുത്ത് ഇലക്ട്രോൺസിനെ മാറ്റി കഴിയുമ്പോഴാണ് ഹീലിയം എന്തായി മാറുന്നത്. നമ്മൾ ഈ ഹീലിയത്തിനെ എങ്ങനെ എഴുതുന്നത്? ഇലക്ട്രോൺസിനെ മാറ്റാൻ പറ്റുള്ളൂ, ഈ പ്രോട്ടോൺസിനെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇലക്ട്രോണിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാലാണ് നമ്മൾ ഇവനെ He2+ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഹീലിയത്തിന് ആകപ്പാടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഹീലിയം ആറ്റം, അവന് ന്യൂക്ലിയസും അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? പ്രോട്ടോൺസ് ഇരിക്കുന്നത്. പ്രോട്ടോൺസിനെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല. പ്രോട്ടോൺസിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആളെ മാറിപ്പോകും, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ആരെടുത്ത് മാറ്റാൻ പറ്റും? ഈ ഇലക്ട്രോൺസിനെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഇലക്ട്രോൺസിനെ എടുത്ത് മാറ്റി കഴിയുമ്പോഴേക്കും സംഭവിക്കും, അവൻ 2 പോസിറ്റീവ് ചാർജ് ആയില്ല, എൻ്റെ നിന്ന് 2 ഇലക്ട്രോൺസ് പോയി. അപ്പോൾ ഞാൻ എന്താവും? പോസിറ്റീവ് ആവും. അപ്പോഴാണ് അവനെ നമ്മൾ എന്ത് എഴുതുന്നത്? He2+. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ വെറും He ആണ്. നോർമൽ സ്റ്റേജിലിരിക്കുന്ന ഒരു ഹീലിയം ആറ്റമാണ്. ആ ഹീലിയം ആറ്റത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയി കഴിയുമ്പോഴേക്കും എന്താവും? അവൻ പോസിറ്റീവ് ആവും, He2+ ആവും. മനസ്സിലായി? അപ്പോൾ ഇലക്ട്രോൺസിനെ നമുക്കെടുത്ത് മാറ്റാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇലക്ട്രോൺസിൻ്റെ നമ്പർ വേരി ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കില്ല. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഇലക്ട്രോണിൻ്റെ എണ്ണം മാറും അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ടോ അതാണ് അറ്റോമിക് നമ്പർ. അതിനെയാണ് നമ്മൾ ഇവിടെ ഹീലിയത്തിൻ്റെ കേസിൽ 2 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളില്ലേ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ഓർഡറിലാണ്? ഈ അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ്. അതിൽ നിങ്ങൾ പലത് പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് ട്രയാഡ്, ന്യൂലാൻഡ്, ഒക്ടേവ്സ് അല്ലേ. അതിൽ ഒക്ടേവ്സിലൊക്കെ ആണെങ്കിലും അറ്റോമിക് മാസിൻ്റെ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് അല്ലേ. മെൻഡലീഫിൻ്റെ മോഡൽ അല്ലേ, മെൻഡലീഫിൻ്റെ മോഡലിൽ അറ്റോമിക് മാസിൻ്റെ രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്. എന്നിട്ട് ഇടയ്ക്ക് സ്ഥലം വിട്ടണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്ഥലം വിട്ടു. പക്ഷേ അതിന് ശേഷമാണ് എന്ത് സംഭവിച്ചത്? അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരാം. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അതേപോലെ മാസ് നമ്പർ എന്ന് പറഞ്ഞാലോ, മാസ് നമ്പർ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. എടാ, നമ്മൾ മാസ് നമ്പർ അറ്റോമിക് നമ്പർ എടുക്കുമ്പോൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ന്യൂക്ലിയസിനുള്ളിലുള്ള ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം എന്താ? ന്യൂക്ലിയസിന് പുറത്തുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ സാധിക്കും. ന്യൂക്ലിയസിന് പുറത്ത് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അവനെ നമുക്ക് എടുത്ത് മാറ്റാൻ സാധിക്കും. പക്ഷേ ന്യൂക്ലിയസിനുള്ളിൽ നമുക്ക് തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രോൺസും ഉണ്ട്
അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു ആറ്റത്തിന് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആരെയൊക്കെ ഉപയോഗിക്കുകയുള്ളൂ? ഈ ഉള്ളിലുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അറ്റോമിക് നമ്പർ ആരെ മാത്രമേ ഉപയോഗിച്ചുള്ളൂ? പ്രോട്ടോണെ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ മാസ് നമ്പർ എടുക്കുമ്പോഴേക്കും നമ്മൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസുമാണ് എടുക്കുന്നത്, ഇലക്ട്രോൺസിനല്ല. ഓക്കെ, അപ്പോൾ ഒരു ന്യൂട്രൽ, പക്ഷേ ഇതെപ്പോഴും സെയിം ആവണമെന്നില്ല കേട്ടോ. ഇതിപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാം, അതിൻ്റെ അകത്ത് പറയാൻ 2 പ്രോട്ടോൺ ഉണ്ട് 2 ന്യൂട്രോൺ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ടാണല്ലോ 2 2 4 വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 2 2 4 കറക്റ്റ് നമുക്ക് വന്നു. പ്രോട്ടോൺസിൻ്റെ നമ്പറും ന്യൂട്രോൺസിൻ്റെ നമ്പറും സെയിം ഉണ്ട്. പക്ഷേ അതെപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നില്ല. അതൊരു കാര്യം, അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹീലിയം ന്യൂക്ലിയസിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. അതിൽ ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? He2 എന്ന് എഴുതുന്നു. അതിൽ 2 പ്രോട്ടോൺ ഉണ്ട് 2 ന്യൂട്രോൺ ഉണ്ട്. അതുകൊണ്ടാണ് He2 എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഹീലിയത്തിനെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ഹീലിയം അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ പാർട്ടിക്കിൾ എഴുതിയോ നിങ്ങൾ? ഹീലിയം ആണെന്നും He2 എന്നൊക്കെ എഴുതിയോ? എഴുതാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇത് മാസ് നമ്പർ, അതൊക്കെ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ എന്തായാലും അടുത്ത ന്യൂക്ലിയസിൽ നമ്മളൊന്നുകൂടി പറയും, എന്നാലും ഓർത്തിരിക്കുക.